ഹലോ എവരിവൺ, നമുക്ക് ഇന്ന് എങ്ങനെയാണ് രണ്ട് തരത്തിൽ പാസ്ത ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ഒരു പാനിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഉപ്പും ഓയിലും ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ശേഷം അതിലേക്ക് പാസ്ത ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരു 7-8 മിനിറ്റ് കൊണ്ട് പാസ്ത വെന്ത് കിട്ടുന്നതാണ്. അതിനുശേഷം പാസ്ത ഒരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ട് അരിച്ചതിന് ശേഷം തണുത്ത വെള്ളം കൂടി ഒഴിച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിക്കുക, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പാസ്തയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി വേവിക്കുക. അതിനുശേഷം ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് അതും കൂടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം പൊടികളായിട്ടുള്ള ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. ശേഷം അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനിൽ സ്റ്റോക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ ഷ്രെഡ് ചെയ്ത് ഇതിലേക്കിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുരുമുളക് പൊടി, ഒറിഗാനോ എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി. നല്ല എളുപ്പമാണ് ഈ പാസ്ത ഉണ്ടാക്കാൻ. ക്യാബേജ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സെയിം പാസ്ത കൊണ്ട് തന്നെ ക്രീമി പാസ്ത ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് സാധാ പാസ്തയും എൻ്റെ ഹസ്ബൻഡിന് ക്രീമി പാസ്തയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്രീമി പാസ്ത ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് ചൂടായതിനു ശേഷം ചതച്ച വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ മൈദ ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി പാല് ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. അതിനുശേഷം കുരുമുളക് പൊടി, ചതച്ച് വെച്ച വറ്റൽമുളക് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അതിനുശേഷം 2 സ്ലൈസ്ഡ് ചീസ് ചേർത്ത് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രഷ് ക്രീമും കൂടെ ചേർത്താൽ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ക്രീമി പാസ്ത റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടില്ലേ, ഒരു പാസ്തയിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ 2 തരം പാസ്ത ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും 2 റെസിപ്പിയും ട്രൈ ചെയ്യണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 തരം പാസ്ത റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.